നിങ്ങളെല്ലാവരും ഒരു കാര്യം കേട്ടിരിക്കില്ലേ? സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാവരും ഒരു സംഭവം കേട്ടിരിക്കും. കുറച്ച് ദിവസങ്ങളായി ഒരു അമ്മയും മകളും വിദേശത്ത് വെച്ചിട്ട് ആത്മഹത്യ ചെയ്തെന്നുള്ള സംഭവം. അത് ഭർത്താവിൽ നിന്നുണ്ടായ ചില പീഡനങ്ങളും സ്ത്രീധനത്തിൻ്റെ പേരിലുണ്ടായ കുറച്ച് ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്നുള്ള സത്യാവസ്ഥ എനിക്കറിയില്ല. ഞാനത് സോഷ്യൽ മീഡിയയിൽ പലതും പറയണ്ട. അതൊക്കെ കേട്ടിട്ട് നമുക്കത് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞത് അത് സ്വയം മരിക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റൊരാളെയും കൂടിയും കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അവകാശം നമുക്ക് ആർക്കും തന്നിട്ടില്ല. നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടുള്ള വിഷമം നമുക്ക് വേണ്ട. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതം എടുത്തു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് മരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ആരുടെ കയ്യിലും നമ്മൾ തീരെ എഴുതി കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഒപ്പം ഉള്ളവരെ അല്ലെങ്കിൽ നമ്മൾ ജനിപ്പിച്ച് ഉണ്ടാക്കിയ കുട്ടികളെ അല്ലെങ്കിൽ വേറൊരു സംഭവത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ മരിക്കുന്നത് തെറ്റായ സംഭവമാണ്. മനസ്സ് വേദനിപ്പിച്ച ഏറ്റവും വലിയൊരു സംഭവമാണ് അത്. ഇത്രയും കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം പല കേസുകളും നമ്മൾ കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഇതൊക്കെ മനസ്സിൻ്റെ ഒരു കോണിൽ നമ്മുടെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടായെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഭർത്താവ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ കാര്യമാണ്. ഒരിക്കലും ഇനിയൊരു പെൺകുട്ടിക്കോ ഒരു ആൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം നമ്മൾ നല്ല രീതിയിലാണ് നമ്മുടെ മക്കളെ വളർത്തി നമ്മളെല്ലാം ചിലവഴിച്ച് നമ്മുടെ ലോപനങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മക്കളെ വളർത്തി മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വലിയ വിഷമം തന്നെയാണ് ഏതൊരു അച്ഛനമ്മയ്ക്ക് ഉണ്ടാകുന്നത്. സംഭവങ്ങളൊക്കെ എല്ലാവരും ചിലപ്പോൾ കടത്തിലായിരിക്കാം, ബുദ്ധിമുട്ടിലായിരിക്കാം, സാമ്പത്തികമായിട്ട് പിറകിലായിരിക്കാം, എല്ലാതും ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് മനസ്സ് വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ അങ്ങനെ ആ കരുത്തും മനോഭാവവും ശക്തിയൊക്കെ ഉണ്ടാവണം. ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു എനിക്ക് പറയാനുള്ളത്. കാരണം ആരും അങ്ങനെ കല്യാണം കഴിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം നശിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നശിപ്പിക്കപ്പെടാനോ പാടുള്ളതല്ല. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആ നിലയ്ക്ക് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിരുന്നാലും ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള എനിക്ക് മനസ്സ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു സംഭവമാണ്. കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ കല്യാണം കഴിച്ച് അച്ഛനമ്മയും തീരുമാനിച്ച് അല്ലെങ്കിൽ സ്നേഹബന്ധത്തിലായിരുന്നവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ട് പിന്നെ നിസ്സാര കാര്യങ്ങൾക്ക് ചില വാശികളുടെ പേരിലൊക്കെ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുക, അല്ലെങ്കിൽ ആ കല്യാണം കഴിച്ച തൻ്റെ ഭാര്യയെ കൊല്ലുക, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെ കൊല്ലുന്ന കഥകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. കൊച്ചിനെ കൊല്ലുക. ദൈവം അത് സ്വയം തിരിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മറ്റൊരാളുടെ കൈകൊണ്ട് ഒരാൾ മരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക, അതൊക്കെ ദോഷകരമായ കാര്യം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതിനുള്ള ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ അർഹതയോ നമുക്കൊന്നുമില്ല. നമുക്ക് കുട്ടീനെ ജനിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കൊല്ലാനുള്ള ഇതൊന്നും നമുക്കില്ല. പക്ഷേ ചീത്ത പറയും, വഴക്കൊക്കെ പറയും, അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ 2 അടിയൊക്കെ അടിച്ചെന്ന് വരും, അതൊക്കെ സ്വാഭാവികമാണ്. എന്ന് വെച്ചുകൊണ്ട് ആ കുട്ടിയുടെ ജീവനില്ലാതെയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ന്യായമായ കാര്യമല്ല. അത് ആര് ചെയ്താലും തെറ്റതാണ്. ഇപ്പോൾ സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി ആ കൊച്ചിനെ കൊന്നു എന്ന് പറഞ്ഞാലും അത് തെറ്റായ കാര്യം തന്നെയാണ്. നേരെ മറിച്ച് ഭർത്താവ് കൊന്നു എന്ന് പറഞ്ഞാലും തെറ്റായ കാര്യം തന്നെ. എന്തായാലും ഒരു കുടുംബത്തിൽ നമ്മൾ നമ്മളുടെ എല്ലാ ജീവിതത്തിൻ്റെ സ്വത്തും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് 2 കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ വളർത്തി ഉണ്ടാക്കിയിട്ട് ഈ ഒരു ദാരുണമാംവിധം അവർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാവുന്ന നമ്മുടെ